ഇവിടെ പാണ്ഡു കുന്തിയെ പുത്രോത്പാദനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് പാണ്ഡുവിന് പിതൃകർമ്മങ്ങൾ, പാണ്ഡുവിന്റെ മരണശേഷം കർമ്മം ചെയ്യാൻ ഒരു പുത്രൻ വേണം, പാണ്ഡുവിന് വേണ്ടിയിട്ടല്ല, അത് പരമ്പരയ്ക്ക് വേണ്ടിയിട്ട് പിതൃകർമ്മങ്ങൾ ചെയ്യാൻ ഒരു പുത്രൻ വേണ്ടിയിട്ട് എന്നാണ്. പക്ഷെ ഒരു തരത്തില് ഇപ്പോ രാമായണത്തിലൊക്കെ ജാബാലി മഹർഷി, നാസ്തികനായ ജാബാലി രാമനെ ഉപദേശിക്കുന്നുണ്ട് പിതൃകർമ്മങ്ങളുടെ സാർത്ഥകത എന്താണെന്ന്. അതായത് വഴിയാത്രയ്ക്ക് പോകുന്ന ഒരാൾക്ക് നമ്മൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ അയാളുടെ വിശപ്പ് ശമിക്കില്ലല്ലോ, അതുപോലെയല്ലേ പിതൃകർമ്മങ്ങൾ ചെയ്യുന്നത്, പിതൃകർമ്മങ്ങൾ അതിലർത്ഥം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഭാരതീയമായ ഒരു ആചാരം മാത്രമാണോ ഈ പിതൃകർമ്മങ്ങൾ? അല്ല, അത് ലോകത്തിലെല്ലായിടത്തും ഉണ്ട്. ശ്രാദ്ധം ചെയ്യുക ഇപ്പോൾ ഈജിപ്തിൽ ഭാരതത്തിലേതുപോലെ ചിട്ടയോടുകൂടി, അല്ലെങ്കിൽ അതൊരു ഭാരതത്തിലേതുപോലെ ഈ പിതൃകർമാനുഷ്ഠാനം ഒരു സിസ്റ്റമായിട്ട് വളർന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പുരാതന ഈജിപ്തിലുണ്ടായിരുന്നു, ബാബിലോണിയയിലുണ്ടായിരുന്നു, അസീറിയയിലുണ്ടായിരുന്നു, ചൈനയിലുണ്ടായിരുന്നു. ചൈനയിൽ തേയിലപ്പൊതി കൂടി വയ്ക്കും കുഴിമാടത്തിൽ. ചായ കുടിച്ചാൽ മാവോസെ ദോങ്, ഇപ്പോൾ ഉച്ചാരണത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ, മാവോസെ തൂങ് എന്നുള്ളത് മാവോസെ ദോങ്. അദ്ദേഹം ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ തേയില പിണ്ടി കൂടി എടുത്ത് തിന്നും. അതായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ താല്പര്യം. പിന്നെ തേയില പച്ചക്ക് തിന്നുന്ന ഏർപ്പാടുണ്ട്. അപ്പോൾ തേയിലപ്പൊതിയും കൂടി ഈ തങ്ങളുടെ പിതൃ പരമ്പരയ്ക്ക് സമർപ്പിക്കുന്ന ആചാരം ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകാലം എന്ന് പറയപ്പെട്ടിരുന്ന ഭരണകാലത്ത് പോലും അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, എക്കാലത്തും ഉണ്ടായിരുന്നു. അത് പക്ഷേ സെമറ്റിക് മതങ്ങൾ ഈ മരണാനന്തര പിതൃകർമ്മങ്ങൾ അത് അനുവദിക്കുന്നുണ്ടോ? അനുഭവത്തിൽ അങ്ങനെയാണല്ലോ കാണുന്നത്. ഈ പെട്ടിക്കകത്ത് അവരെ അടക്കം ചെയ്ത് വെക്കുന്നതിനാണ് യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ അദ്ദേഹം അവരെ എല്ലാം ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ള സങ്കല്പമാണ്. പിന്നെ എന്താണ്, 40-ാം പക്കം അവർ ആചരിക്കാറുണ്ട്. ഇപ്പോൾ കുഴിമാടത്തിൽ പോയിട്ട്, സെമിത്തേരിയിലെ കുഴിമാടത്തിൽ പോയിട്ട് 40-ാം പക്കം ആചരിക്കാറുണ്ട്. അതിനെ ഒരു സിസ്റ്റമായി വളർത്തിക്കൊണ്ടു വന്നിട്ടില്ല എന്നതാണ്. ഇവിടെ അതൊരു സിസ്റ്റമാണ്, അതിനൊരു താർക്കികമായ പ്രസക്തിയുണ്ട്, അതിന് താർക്കികമായ ഒരു രൂപപ്പൊരുത്തമുണ്ട്. ശ്രാദ്ധകർമ്മങ്ങൾക്ക് ശ്രാദ്ധം എന്ന ആളുകൾ പറയാറുണ്ടെങ്കിലും ശ്രാദ്ധമല്ല, ശ്രദ്ധാഞ്ജലിയുമല്ല, ശ്രാദ്ധാഞ്ജലിയാണ്. ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കർമ്മമേതോ അതീവ ശ്രദ്ധയോടുകൂടി ഒരു തരത്തിലുമുള്ള അപാകങ്ങൾ കൂടാതെ ചെയ്യേണ്ടുന്ന ഒരു കർമ്മപദ്ധതിയാണ് പിതൃബലി എന്നതുകൊണ്ടാണ് അത് ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത് ശ്രാദ്ധം എന്നതിന് പേര് വന്നത്. അപ്പോൾ ശ്രദ്ധാഞ്ജലിയല്ല, ശ്രാദ്ധാഞ്ജലിയാണ്. പലപ്പോഴും പത്രത്തിലൊക്കെ അടിച്ചു വരുന്നത്, എല്ലാ പത്രത്തിലും പത്രക്കാർക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ശ്രദ്ധിച്ചതിന് ശേഷം വീണ്ടും എങ്ങനെ തന്നെ അടിക്കാം, ശ്രദ്ധാഞ്ജലി എന്ന് തന്നെ അടിക്കാം, എന്നാലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ശ്രാദ്ധാഞ്ജലിയാണ്, ശ്രദ്ധാഞ്ജലിയല്ല. ശ്രദ്ധയോടി ചെയ്യുന്ന കർമ്മത്തിൻ്റെ പേര് ശ്രാദ്ധം. അവിടെ ഒരു രേഖം വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ശ്രാദ്ധാഞ്ജലി നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ പൂർണ്ണമായ ചട്ടക്കൂടിലെ ഒരിനമാണ്. അതുകൊണ്ട് ആ ഇനത്തിന് അതിൻ്റേതായ ഒരു പൂർണ്ണത വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പൂർണ്ണത മറ്റ് ദേശങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നല്ലാതെ ഇതാരും ഗവനിക്കാതിരിക്കുന്നില്ല. പിന്നെ മാത്രമല്ല, ഈ ഫോട്ടോ പ്രതിമ തുടങ്ങിയതൊക്കെ പല രാജ്യങ്ങളിലും വെച്ച് ആചരിക്കാറുണ്ട്. ഇപ്പോൾ ഫോട്ടോ വെച്ചാൽ തന്നെ അതെന്തായി, അത് ഒരു ബലി പോലെയായി, ഒരു അനുസ്മരണമാണ്. ബലിയും ഒരു അനുസ്മരണമാണ്, അത് ചെയ്യേണ്ടതുമാണ്. എന്താണ്, ഒരു കടമ നിർവഹിക്കുക. തങ്ങൾക്ക് ജന്മം നൽകിയ തങ്ങളുടെ പൂർവിക പരമ്പരയെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് ഉദാരമായൊരു വിചാരമാണ്, കുലീനമായ ഒരു വിചാരമാണ്. നമ്മുടെ പൂർവികന്മാർ അന്തരിച്ചു പോയതോടുകൂടി അവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം അവസാനിക്കുന്നില്ല. ഇപ്പോൾ കുഞ്ഞ് ജനിക്കുമ്പോൾ പറയുമല്ലോ, ഇത് അച്ഛൻ്റെ മൂക്ക് പോലെ തന്നെ ഇരിക്കുന്നു, അപ്പൂപ്പൻ്റെ കണ്ണുപോലെ ഇരിക്കുന്നു. അയൽവാസിയുടെ എന്തെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിൽ നമ്മൾ പറയാറില്ല. അപ്പം ഇങ്ങനെ ഓരോ ലക്ഷണങ്ങൾ നമുക്ക് പൂർവികന്മാരിൽ നിന്ന് കിട്ടിയതാണ് എന്ന് നാം അഭിമാനിക്കാറുണ്ട്. ഇതെങ്ങനെ വരുന്നതാണ്? ഇത് ജനറ്റിക്സ് അനുസരിച്ച് വരുന്നതാണ്, പാരമ്പര്യ നിയമം അനുസരിച്ച് വരുന്നതാണ്. ഇത് ഹെറിഡിറ്റിയാണ്. അപ്പോൾ നമ്മുടെ പൂർവികന്മാരുടെ അംശങ്ങൾ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് നമ്മളിൽ നമ്മുടെ പൂർവികന്മാരിലെ അംശങ്ങൾ ആ പൂർവിക പരമ്പരയോട് നാം അറിയാതെ തന്നെ ഒരു ആഭിമുഖ്യം പുലർത്തുന്നതിൻ്റെ പ്രേരണ കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ശ്രാദ്ധകർമ്മം ചെയ്യാനുള്ള
വാസന വരുന്നത് തന്നെ, താല്പര്യം വരുന്നത് തന്നെ. അപ്പോൾ ആ താല്പര്യം, പൂർവിക പരമ്പരയുടെ അംശങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നുകൊണ്ട് നമ്മെ പ്രേരിപ്പിക്കുന്നതാണെന്ന് ശാസ്ത്രീയമായി പറയാം. അതല്ലാതെ ഈ പിതൃക്കളെ ഓർക്കുന്നതിനുള്ള ദിവസം എന്നുള്ളതിൽ കവിഞ്ഞ് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ അനുഷ്ഠാനങ്ങൾക്ക്, ഇപ്പൊ നമ്മൾ കാക്കയ്ക്ക് ചോറ് കൊടുക്കുക, അല്ലെങ്കിൽ ഈ നമ്മൾ എള്ളും പൂവും ചന്ദനവും ഒക്കെ കൊണ്ട് ഇപ്പൊ നമ്മൾ നമ്മുടെ ആചാരപ്രകാരം ചെയ്യുന്ന ഈ അനുഷ്ഠാനങ്ങൾക്ക് അതിൽ കവിഞ്ഞൊരു പ്രാധാന്യമോ അല്ലെങ്കിൽ ശാസ്ത്രീയതയോ പറയാൻ പറ്റും? ഇതിനൊരു സ്വയം ശുദ്ധീകരണത്തിൻ്റെ, ഇതൊരു സ്വയം ശുദ്ധീകരണ മാർഗമാണ്, ഒരു സ്വയം ശുദ്ധീകരണ പ്രക്രിയ. പലപ്പോഴും പിന്നെ വളരെ ചെറുപ്പത്തിലെ അന്തരിച്ചു പോയ പിതാവ് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ആ പിതാവിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആ പിതാവിന് വേണ്ടി, അല്ലെങ്കിൽ ജീവിച്ചിരുന്ന കാലത്ത് പിതാവിനോട് വളരെ ക്രൂരമായി പെരുമാറിയ ഒരു പുത്രൻ, പിൽക്കാലത്ത് അവൻ അതിനെ സംബന്ധിച്ച് പശ്ചാത്താപം ഉണ്ടാകും. അപ്പോഴെന്താണ് ചെയ്യാൻ കഴിയുക? അപ്പോൾ മരിച്ചുപോയ ആളിനെ ഉദ്ദേശിച്ച് നമ്മുടെ തന്നെ മനസ്സിന് ശാന്തി ലഭിക്കുന്നതിന്, ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തം എന്ന നിലയിൽ ഈ കർമ്മങ്ങൾ സഹായിക്കും. അതുകൊണ്ട് ഇതൊരു ലോഗോതെറാപ്പിക് പ്രോസസ്സ് കൂടിയാണ്. ഈ ഉച്ചരിക്കുന്ന മന്ത്രങ്ങളുണ്ടല്ലോ, ഈ ഉച്ചരിക്കുന്ന മന്ത്രങ്ങൾ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതും നമ്മുടെ ഹൃദയത്തിലെ പാപബോധത്തെ, ചെയ്യേണ്ടുന്ന കർത്തവ്യം ചെയ്തില്ല എന്ന നമ്മുടെ പാപബോധത്തെ ദൂരീകരിച്ച് ഹൃദയത്തെ സംശുദ്ധമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു മാനസികമായ ചികിത്സയും കൂടിയാണ്. അതാണ് ഞാൻ ലോഗോതെറാപ്പിക് എന്ന് പറയുന്നത്. മന്ത്രം കൊണ്ടുള്ള ചികിത്സ, ഭാഷ കൊണ്ടുള്ള ചികിത്സ, നാടകം കൊണ്ടുള്ള ചികിത്സ, ഒരുതരം കഥാർസിസ്. സാഹിത്യ ശാസ്ത്രത്തിൽ ഈ സാഹിത്യകൃതികൾ ആസ്വദിക്കുന്നതുകൊണ്ട്, വായിക്കുന്നതുകൊണ്ട്, നാടകം കാണുന്നതുകൊണ്ട്, സിനിമ കാണുന്നതുകൊണ്ട്, മറ്റ് ദൃശ്യകലകൾ കാണുന്നതുകൊണ്ട്, ശ്രവ്യകലകൾ വായിച്ചാസ്വദിക്കുന്നത് കൊണ്ടൊക്കെ ഉള്ള പ്രയോജനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും, ത്രൂ പിറ്റി ആൻഡ് ഫിയർ ഇഫക്റ്റിംഗ് ദി പ്രോപ്പർ പർഗേഷൻ ഓഫ് ദീസ് ഇമോഷൻസ്. നമ്മുടെ ഹൃദയത്തിൽ വിരേചിക്കപ്പെടാതെ, പ്രകാശിപ്പിക്കപ്പെടാതെ, പുറത്തേക്ക് നിർഗമനം കിട്ടാതെ നാം മർദ്ദിച്ച് ഒതുക്കി വയ്ക്കുന്ന അനേകം വികാരങ്ങളുണ്ട്. ഈ വികാരങ്ങൾ എല്ലാം കൂടി ഹൃദയത്തിൽ സമ്മർദ്ദമേൽപ്പിച്ചിട്ട് അത് ആദ്യം ന്യൂറോസിസായിട്ട് മാറും. ന്യൂറോസിസ് എന്ന് പറഞ്ഞാൽ ഞരമ്പുകൾക്ക് വരുന്ന പ്രവർത്തന വൈകല്യമാണ്. ലഘുമനോരോഗം എന്നാണ് അതിൻ്റെ മനഃശാസ്ത്രത്തിലെ വാക്ക്. ഈ ലഘുമനോരോഗത്തിന് വിധേയരാകും. അത് പിന്നെ ഡിപ്രഷൻ ആയിട്ട് മാറും. വളരെ വിഷാദാത്മകമായ അവസ്ഥയിലേക്ക് അയാളുടെ ജീവിതം മാറും. അപ്പം ഇത്തരം അനുഭവങ്ങളിൽ നിന്ന്, ഇത്തരം ദുരനുഭവങ്ങളിൽ നിന്ന് മനുഷ്യൻ്റെ ഹൃദയത്തെ മോചിപ്പിച്ച് അവൻ്റെ ഹൃദയത്തിലെ പാപബോധത്തെ ദൂരീകരിച്ച് അവന് ഭാവാത്മകമായ പ്രവർത്തനത്തിനുള്ള അവസരം നൽകുക എന്ന് പറയുന്ന ഒരു ചികിത്സാത്മകമായ പ്രവൃത്തിയും കൂടിയാണ് ഈ പിതൃബലി. അല്ല, ഇതൊക്കെ വെറുതെ സമൂഹത്തിൽ ആളുകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി മന്ത്രവാദികളും പുരോഹിതന്മാരും കൂടി ഉണ്ടാക്കി വയ്ക്കുകയാണ് എന്നും പറയാം. അങ്ങനെ ഒരു അംശവും ഇതിനകത്തുണ്ട്. ചുരുക്കത്തിൽ മാഷ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ പറയാൻ ഉദ്ദേശിക്കുന്നതല്ല, പറയാൻ ഉദ്ദേശിച്ചു പറഞ്ഞു. പിതൃതർപ്പണവും ശ്രാദ്ധവും ഒക്കെ പിതൃക്കൾക്ക് വേണ്ടിയിട്ടല്ല, അവനവന് വേണ്ടിയിട്ട്, അവനവന് വേണ്ടിയിട്ടാണ്, പിതൃക്കൾക്ക് വേണ്ടിയിട്ടുമാണ്. കാരണം ഇവർ ഈ മരിച്ചുപോയവരൊന്നും ഇല്ലാതായിട്ടില്ല പ്രപഞ്ചത്തിൽ. പ്രപഞ്ചത്തിൽ ഉച്ചരിക്കപ്പെടുന്ന, പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ശക്തികൾക്ക് രൂപമാറ്റം വരുന്നു, ബാഹ്യമായ രൂപാന്തരണം സംഭവിക്കുന്നു എന്നല്ലാതെ ഊർജ്ജം നശിക്കുന്നില്ലല്ലോ അല്ലല്ലോ. അപ്പോൾ ആത്മാവ് ഒരു ഊർജ്ജമാണ്. നേരത്തെ ശരീരത്തോടുകൂടി ജീവിച്ചിരുന്ന ആൾ ഒരു ഊർജ്ജമാണ്. ആ ഊർജ്ജം പ്രകൃതിയുടെ നമുക്കറിഞ്ഞുകൂടാത്ത ഏതോ അജ്ഞാത പരിതോവസ്ഥകളിൽ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് സങ്കല്പം.